ശിവ, ശരിക്കുള്ള ഭൂതം ഇവിടെ ഉണ്ട്. വേണ്ട വേണ്ട വേണ്ട, നിങ്ങളൊന്നും ചെയ്യല്ലേ. കുട്ടി ഇങ്ങോട്ട് വരൂ. കുട്ടിയൊന്നും വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിടിക്കേ പിടിക്കേ ശിവ, അവനെ വിടരുത്, പിടിക്കേ. നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. എനിക്ക് ആ കള്ളനെ പിടിച്ചേ പറ്റൂ. അതായത് കവിളത്ത് വലിയ മറുകുള്ള കള്ളനെ. ഞാനും ലഡു സിംഗ് സാറും കൂടി അവരെ പിടിച്ചോളാം. നിങ്ങൾ ദൂരെ നിന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അയാൾ കണ്ണിൽ പെട്ടാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. നമുക്ക് എൻജോയ് ചെയ്യാം. കറുത്ത മറു, മുഖത്ത് കറുത്ത മറുവല്ലവൻ എവിടെയാണ്? എവിടെ പോയി അവൻ? എവിടെ പോയി? പേടിക്കണ്ട, വാന്നേ. വിടില്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവിടെ നിക്ക്. എങ്ങോട്ട് ഓടുന്നേ? എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതിനെന്ത് പറ്റി? എത്ര ശ്രമിച്ചിട്ട് നിൽക്കുന്നില്ലല്ലോ. അതെ, ഈ സീറ്റിലിരുന്ന് സ്ലൈഡ് ആയിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ചാടിക്കോ. എന്നിട്ട് സൈക്കിൾ സീറ്റിൽ മുറുകെ പിടിച്ചിരുന്നോളൂ. ശിവ, ഞാനിപ്പോ അയാളെ കണ്ടതേ ഉള്ളൂ. അയാൾ ആ ഗ്ലാസ് ഹൗസിലേക്ക് കയറി. നീ ഇവിടെ തന്നെ നിക്ക് ശിവ, ഞാൻ പോയി അവിടെ പിടിച്ചോളാം. പിടിക്കണം പിടിക്കണം, ഞാൻ അവിടെ പിടിച്ചിരിക്കും. ഇതെന്താ? ഇവൻ ഒരാളായിരുന്നല്ലോ, ഇപ്പൊ ഇവനെ പോലെ കുറെ പേരുണ്ടല്ലോ. ലഡു സിംഗ് വന്ന് എന്നെ പിടിച്ചോളൂ. വരൂ വരൂന്നേ. കള്ള, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ പിടിക്കും, പിടിച്ചിരിക്കും. ഇന്നെന്റെ കഴിവിന് ഒരു വെല്ലുവിളി വന്നിരിക്കുകയാണ്. ഒരുത്തനും ഞാൻ വെറുതെ വിടില്ല, എല്ലാരും ഞാൻ പിടിച്ചിരിക്കും. നിന്നെ ഞാൻ ഇത് ഗ്ലാസ് ഹൗസ് ആണ്. അയാളെ പിടിക്കാൻ നമ്മൾ ഇങ്ങനെ ശ്രമിച്ചോണ്ടിരുന്നാ നമുക്ക് പരിക്കേൽക്കും. പിന്നെ ശിവ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ അവനെ എങ്ങനെ പിടിക്ക? ലഡു സിംഗ് സർ, ദാ അവിടെയാണ് കള്ളം നിൽക്കുന്നത്. എന്റെ ടോർച്ചിന്റെ റേസ് തിരിച്ചു വരുന്നില്ല, കണ്ടില്ലേ? തന്നെ ഞാൻ വിടില്ല. ലഡു സിംഗ് സർ, വേഗം ഓടി വരൂ. ഇയാളെ അറസ്റ്റ് ചെയ്യൂ. ഞാൻ ആരെ പിടിക്കേണ്ടത്? എവിടെയാ പിടിക്കേണ്ടത്? എനിക്കൊരു പിടുത്തമില്ല.
ആരാണ് എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടു കണ്ടു, ഞാൻ കള്ളനെ കണ്ടു. ശ്ശേ. വേഗം ചെല്ല്, അയാൾ ആ വഴിക്കാ ഓടിയത്. ശരി ശിവ. ഏയ്, ഇവനത് എവിടെ പോയി? അവനെ പിടിക്കണം. ശിവ, ദേ താഴെ ആ കള്ളൻ നിൽക്കുന്നുണ്ട്. ഈ ജഗ്ഗാക്കള്ളനെ നീ കാണിച്ചു കൊടുക്കും അല്ലേ കൊച്ചേ? നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ശിവ, രക്ഷിക്കൂ. ശിവ, ഇത് എനിക്ക് പറ്റിയ പണിയൊന്നും അല്ലട്ടാ. ഇങ്ങനെ കിടന്ന് ഊഞ്ഞാല ആടാനും കറങ്ങാനൊന്നും എനിക്ക് വയ്യ. നീ ചെല്ല്, നീ ചെല്ല്, നീ തന്നെ വേഗം പോയി എല്ലാം ചെയ്താ മതി. ബ്ലൂ ടയർ ഓൺ ചെയ്തേ പറ്റൂ. ഇതുവരെ ആരും ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വരുന്ന കണ്ടിട്ടില്ല ഞാൻ. എല്ലാ കാര്യത്തിലും ഇവൻ ഭയങ്കര വിരുദ്ധനാണല്ലോ. ആരുടെ ഈ ചെറുക്കൻ? അതെന്റെ ഫ്രണ്ടാണ്, അവന്റെ പേര് ശിവ എന്നാണ്. ഇവയായാലും ശരി എന്തായാലും ശരി എനിക്കതറിയേണ്ട ആവശ്യമില്ല. കുട്ടിയായ കുട്ടികളെ പോലെയല്ലേ പെരുമാറേണ്ടത്. അവനെ കുട്ടിന്ന് മാത്രം പറയരുത്, ശരിക്കും നല്ല ഈടുകൊള്ളും കേട്ടോ. ഇന്നത്തെ എന്റെ ഈ ദിവസം പോയല്ലോ. ഞാൻ എന്തിനാ ഈ പാർക്കിലോട്ട് വന്നത്? കണ്ടില്ലേ കണ്ടില്ലേ എത്ര വേഗത്തിൽ അവൻ സൈക്കിൾ ചവിട്ടി വരുന്നെന്ന്. അവനൊരു പേടിയുമില്ല. ഈ ചെറുക്കൻ എന്തുവാ വിചാരിച്ചിരിക്കുന്നേ? പിന്നെ എന്തുകൊണ്ട് സറണ്ടർ ആവാത്തത്? ഇല്ല, ഞാൻ സറണ്ടർ ആവില്ല. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അവന്റെ മണ്ടയ്ക്കിട്ടൊന്ന് കൊടുത്താലേ പിന്നെ ജീവിതത്തിൽ അവൻ ഇതുപോലെ സൈക്കിൾ ചവിട്ടില്ലെന്ന്. ഇത് കണ്ടില്ലേ, ഇപ്പൊ സൈക്കിളിന്റെ മേളിൽ നിന്നോണ്ടാ അവന്റെ വരവ്. അവനും വീഴുന്നില്ല, അവൻ വന്നോണ്ടിരിക്കുന്ന സൈക്കിളും വീഴുന്നില്ല. ശരിക്കും ഇവൻ കുട്ടിയാണോ അല്ല ഭൂതോ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. അല്ല കുട്ടിന്നല്ലാതെ പിന്നെ വേറെ എന്തോന്നാ വിളിക്കണ്ടേ? ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. ശിവ, കുട്ടി, നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഈ ജെറ്റ്കോട് കളിച്ചാല് നിന്നെ ഞാൻ കളി പഠിപ്പിക്കുവേ കുട്ടി. രക്ഷിക്കോ, രക്ഷിക്കോ ശിവ, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. രക്ഷിക്കോ, എന്നെ കൂടെ കൊണ്ടുപോ, എന്നെ ഇവിടെ ആക്കല്ലേ. താൻ അവിടെ തന്നെ തൂങ്ങി കിടന്നോ. പിന്നെ സെൽഫി എടുക്കാൻ മറക്കരുത്. വളരെ നന്നായിട്ടുണ്ട് ഈ പോസൊക്കെ. രക്ഷിക്കോ ശിവ, എന്നെ രക്ഷിക്കോ, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. ശിവ, രക്ഷിക്കോ. ഇൻസ്പെക്ടർ സാറേ, എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകൂ. ഈ ശിവയുടെ അടുത്ത് തന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകൂ. നിങ്ങൾ ചെയ്യേണ്ട ജോലിയൊക്കെ ശിവനെ ഏൽപ്പിക്കണോ? അവന് വല്ല പരിക്കും പറ്റിയാലോ? അതുകൊണ്ട് നമുക്ക് പോവാം. താങ്ക് യു ശിവ.
താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം പറയട്ടെ, നീ ഇത്ര വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഐ, ഞാൻ കൂടെ ഇല്ലേ? ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ?